ശ്രീനാരായണ പരമഗുരവേ നമഃ. പ്രിയ ശ്രീനാരായണീയരെ, നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. ഇന്നു മുതൽ ദൈവദശകം കൃതിയുടെ വ്യാഖ്യാനം തുടങ്ങുകയാണ്. ശ്രീനാരായണ ഗുരുദേവൻ്റെ 64ഓളം കൃതികളിൽ വളരെ ശ്രേഷ്ഠമായ കൃതി ദൈവദശകം. 100-ൽ പരം ഭാഷകളിലേക്ക് തർജിമ ചെയ്യപ്പെട്ട ലോകത്തിലെ എല്ലാ ജനങ്ങളും ഹൃദയപൂർവ്വം സ്നേഹത്തോടെ സ്വീകരിച്ച കൃതി ദൈവദശകം. 10 ശ്ലോകങ്ങളിലൂടെ ദൈവം ആരാണ്, ഈ പ്രപഞ്ചം എന്താണ്, എങ്ങനെയാണ് ദൈവത്തെ പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെ പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കൈക്കൊള്ളും, അതോടൊപ്പം തന്നെ ദൈവവും നമ്മളും ഈ ലോകത്തിലെ സർവ്വചരാചരങ്ങളും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ രഹസ്യം ഏവർക്കും മനസ്സിലാകാവുന്ന രീതിയിൽ, പണ്ഡിതനും പാമരനും ഒക്കെ മനസ്സിലാകാവുന്ന രീതിയിൽ പ്രത്യേകമായി ഒരു ദൈവത്തെ എടുത്തു കാണിക്കാതെ സർവ്വലോകർക്കും ഉചിതമായ രീതിയിൽ, ഹൃദ്യമായ രീതിയിൽ മനസ്സിലാകാവുന്ന വിധത്തിൽ തന്നിരിക്കുന്ന ലോകോത്തരമായ കൃതിയാണ് ദൈവദശകം. പ്രകൃതിയോടിണങ്ങി പ്രകൃതിയെ വെല്ലുവിളിക്കാതെ ജീവിച്ചുകൊണ്ട് എല്ലാം ഒന്ന് തന്നെ എന്ന വലിയ അറിവ് എല്ലാവരുടെ ഉള്ളിലേക്കും പകർന്ന് തന്നുകൊണ്ട് അറിവായ ദൈവത്തെ സ്വീകരിച്ച് ജീവിതത്തിൽ എല്ലാവിധ നന്മകളും വന്നു ചേരുവാൻ ലോകത്തിന് നൽകിയ മഹത്തായ കൃതിയാണ് ദൈവദശകം. ഇതൊരു സർവമത പ്രാർത്ഥനയാണ്. ഒരു പ്രത്യേക ദൈവത്തെ എടുത്തു കാണിക്കാതെ എല്ലാവർക്കും ആലപിക്കുവാനും എല്ലാവർക്കും പരിപൂർണമായി വിശ്വസിക്കുവാനും തക്കവണ്ണം ലോകത്തിന് നൽകിയ അദ്വൈത വേദാന്ത കൃതിയാണ് ദൈവദശകം. അനുഷ്ടുപ്പ് വൃത്തത്തിലൂടെയാണ് ഈ കൃതി നമുക്ക് നൽകിയിരിക്കുന്നത്. ഒരു വരിയിൽ 8 അക്ഷരങ്ങൾ, ഒരു ശ്ലോകത്തിൽ 32 അക്ഷരങ്ങൾ, 10 ശ്ലോകത്തിൽ 320 അക്ഷരങ്ങൾ കൊണ്ട് ദൈവം എന്ന ശക്തി, നമ്മളെ മാറോട് ചേർത്തിരിക്കുന്ന ദൈവം, നമ്മുടെ എല്ലാ ദുഃഖങ്ങളും തീർത്തു തരുവാൻ ശക്തിയുള്ള ദൈവം, നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്ത്, അമ്മയുടെ ഉദരത്തിൽ കിടന്നപ്പോൾ മുതൽ തുടങ്ങിയ ആ ബന്ധം നമ്മുടെ ജീവിത അവസാനം വരെ നമ്മളോടൊത്ത് ചേർന്നുകൊണ്ട് നമുക്കെല്ലാം തരുന്ന ദൈവം. ആലോചിച്ച് നോക്കൂ, നമ്മൾ അമ്മയുടെ ഉദരത്തിൽ കിടന്നപ്പോൾ നമുക്ക് ആരുണ്ടായിരുന്നു അവിടെ തുണ? അവിടെ നമ്മുടെ അമ്മയ്ക്കോ നമ്മുടെ അച്ഛനോ ഒന്നും നമുക്ക് വേണ്ടി ഒന്നും ചെയ്യുവാൻ സാധിച്ചിട്ടില്ല. എങ്കിലും അവിടെ സർവശക്തനായ ദൈവം അമ്മയും നമ്മളെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു വലിയ ട്യൂബിലൂടെ, ആ ട്യൂബിലൂടെ നമുക്ക് വേണ്ടതെല്ലാം തന്ന്, വളരുവാൻ ഊർജം തന്ന്, ശ്വസിക്കാൻ പ്രാണം തന്ന്, അതേപോലെ തന്നെ നമുക്ക് നല്ല ഊർജം നൽകിക്കൊണ്ട് എല്ലാ രീതിയിലും 9.5 മാസക്കാലം നമ്മളെ അവിടെ കിടത്തി നമ്മുടെ ഏറ്റവും വലിയ തുണയായി നമുക്ക് എന്താണോ വേണ്ടത് അത് ഏത് സമയത്ത് വേണം അതൊക്കെ നമ്മൾ ചോദിക്കാതെ തന്നെ അനുസ്യൂതം നമുക്ക് നൽകിക്കൊണ്ട് പുറത്തേക്ക് കൊണ്ടുവന്ന് കൈപിടിച്ചിരിക്കുന്ന ദൈവത്തെ ദൈവദശകം എന്ന കൃതിയിലൂടെ കാണിച്ചു തരികയാണ്. കൈപിടിച്ചുകൊണ്ട് അന്നവസ്ത്രാദി മുട്ടാതെ തന്നുകൊണ്ട് നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ
മഴ വേണ്ട സമയത്ത് മഴ, വെയിൽ വേണ്ട സമയത്ത് വെയിൽ, മഞ്ഞ് വേണ്ട സമയത്ത് മഞ്ഞ്. അതേപോലെ അന്നവസ്ത്രാദി, ആഹാരം, വസ്ത്രം, വേണ്ടതെല്ലാം നമുക്ക് നൽകിക്കൊണ്ട് നമ്മളെ കൈപിടിച്ചിരിക്കുന്ന ദൈവം, ആ ദൈവത്തിനോട് നമ്മൾ ഹൃദയപൂർവ്വം ചേർന്ന് നിന്നുകൊണ്ട് നന്ദി പറയുകയാണ്. ഇവിടെ നന്ദിയാണ് പ്രാർത്ഥന. അല്ലാതെ ദൈവത്തിൽ നിന്ന് നമ്മളൊന്നും ആഗ്രഹിക്കണ്ട, നമ്മളൊന്നും ചോദിക്കണ്ട. ചോദിക്കാതെ തന്നെ എന്തും തരുന്ന നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സുഹൃത്താണ് ദൈവം. അങ്ങനെയുള്ളതായ ദൈവത്തെ ഉൾക്കണ്ണുകൊണ്ട്, നമുക്ക് 2 കണ്ണുകളാണ് ഉള്ളത്, ബാഹ്യമായ 2 കണ്ണുകൾ, അതൊരു കണ്ണെന്ന് പറയാം, മറ്റൊന്ന് നമ്മുടെ ഉൾക്കണ്ണുകൊണ്ട് കാണാൻ തക്കവണ്ണം വളരെ മനോഹരമായി ഈ കൃതി രചിച്ച് ലോകത്തിന് നൽകിയിരിക്കുകയാണ്. ലോകത്തിൻ്റെ എല്ലാ സങ്കടങ്ങളും എല്ലാ ദുഃഖങ്ങളും തീർക്കുവാൻ ഈ കൃതി സഹായിക്കും എന്ന ഒരു വലിയ അറിവ് കൂടി നൽകിക്കൊണ്ട് നമുക്ക് ആദ്യത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. ഓം ദൈവമേ കാത്തുകൊൾകങ്ങു കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ദിക്കൊരാവിവൻ തോണി നിൻ പദം. ഇത് ആലപിക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഇത് മുറിച്ച് ചൊല്ലാതെ, കാരണം ഇത് വൃത്തത്തിൽ തന്നിരിക്കുന്നതാണ്. ആദ്യം പറഞ്ഞല്ലോ, അനുഷ്ടുപ്പ് വൃത്തത്തിലാണ് ഈ കൃതി നൽകിയിരിക്കുന്നത്. വൃത്തം തെറ്റാതെ, അതേപോലെ തന്നെ ഗുരു എപ്രകാരമാണോ നൽകിയിരിക്കുന്നത്, ഈ കൃതി ഗുരുവിൻ്റെ കരങ്ങൾ കൊണ്ട് എഴുതി എപ്രകാരമാണോ നമുക്ക് നൽകിയിരിക്കുന്നത്, അതുപോലെ തന്നെ ചൊല്ലുവാൻ നമ്മൾ ശ്രമിക്കുക. മുറിക്കാതെ, ഇതിൻ്റെ അർത്ഥം വ്യത്യാസം വരാതെ വളരെ ഭംഗിയായിട്ട് ചൊല്ലുവാൻ തക്കവണ്ണമുള്ള വൃത്തത്തിലാണിത് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധാപൂർവം ചൊല്ലുക. ദൈവമേ, ദൈവമേ. ആരാണ് ദൈവം? ദൈവമെന്ന് പറയുന്നത് ദിവ്വ് എന്ന സംസ്കൃത ധാതുവിൽ നിന്നുണ്ടായ ഒരു പദമാണ്. ദിവ്വ് എന്ന് പറഞ്ഞാൽ പ്രകാശം. അതുപോലെ തന്നെ ദൈവമെന്ന് പറയുമ്പോൾ സ്വയം പ്രകാശിച്ചുകൊണ്ട് ലോകത്തെ പ്രകാശമാനമാക്കുന്നു. ഇവിടെ പ്രകാശമെന്ന് പറഞ്ഞാൽ അറിവാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, അറിവാണ്. ഗുരു നമ്മളോട് പറഞ്ഞല്ലോ, നാം ശരീരമല്ല, അറിവാകുന്നു. ആ ഒരു പറച്ചിലിന്, അല്ലെങ്കിൽ ആ ഒരു ആഹ്വാനത്തിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. ഗുരുവിനെ ശരീരഭാവത്തിൽ നമ്മൾ കാണുകയാണെങ്കിൽ ഗുരു വലിയ മഹാസമാധി അടഞ്ഞു എന്ന് നമുക്ക് പറയാം. പക്ഷേ ഇവിടെ അറിവായി മഹാഗുരു നിൽക്കുമ്പോൾ ഗുരു പ്രത്യേകിച്ച് പറയുന്നുണ്ട്, ശരീരമുണ്ടാകുന്നതിന് മുൻപിലും, കണ്ടോ, ശരീരമുണ്ടാകുന്നതിന് മുൻപിലും അറിവായ നാം ഉണ്ടായിരുന്നു. ഇനി ശരീരം പോയാലും, ഈ ശരീരം എന്നേക്കുമായി നഷ്ടപ്പെട്ടാലും, ഇതൊക്കെ എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയാലും അറിവായി നാം ഇപ്രകാരം പ്രകാശിച്ച് നിൽക്കും എന്ന് മഹാഗുരു പറഞ്ഞതിൻ്റെ അർത്ഥം വലുതാണ്. ശരീരമാണെങ്കിൽ പോയി, ഇപ്പോൾ നഷ്ടപ്പെട്ടു ഗുരു, പക്ഷേ ശരീരമല്ല. ശരീരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 3 കാലങ്ങളിലും ശരീരം നിലനിൽക്കില്ല. വന്ന് നിന്ന് കെട്ടടങ്ങും. വർത്തമാനകാലം മാത്രമേ നമുക്ക് സത്യമായിട്ടുണ്ടായിരിക്കുകയുള്ളൂ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ അറിവിനെ സംബന്ധിച്ചിടത്തോളം 3 കാലങ്ങളിലും യാതൊരു മാറ്റവും വരാതെ നിൽക്കുന്നു. നീ സത്യം, ജ്ഞാനമാനന്ദം എന്നൊക്കെ അടുത്ത ഭാഗത്ത് ഗുരു വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ആ ഭാഗം വരുമ്പോൾ അത് കൂടുതലായി വിശദീകരിച്ചോളാം. അപ്പോൾ അറിവായ ഗുരു എന്ന് പറഞ്ഞാൽ 3 കാലങ്ങളിലും നിലനിൽക്കുന്ന ഗുരു, സത്യമായ ഗുരു, ജ്ഞാനമായ ഗുരു, വെളിച്ചമായ ഗുരു നമ്മളോടൊപ്പം ഉണ്ട്. ആ ഒരു കാഴ്ചപ്പാടിൽ വേണം നമ്മളിവിടെ ദൈവമേ എന്ന് വിളിക്കാൻ. ദൈവമേ, സ്വയം പ്രകാശിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പരിപൂർണമായ അറിവായ ഭഗവാനെ, ഈ ലോകത്തെ അറിവിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്ന ഭഗവാനെ, ദൈവമേ കാത്തുകൊൾകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ. ഇന്നല്ല, കൈവിടാതിങ്ങു ഞങ്ങളെ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ കൈപിടിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞു, അമ്മയുടെ ഉദരത്തിൽ വച്ച് തുടങ്ങിയ ആ ബന്ധം, വേർപെടുത്താൻ പറ്റാത്ത ബന്ധം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ്, ആ അറിവിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ദൈവത്തിനോട് അല്ലെങ്കിൽ ഗുരുവിനോട് പ്രാർത്ഥിക്കുന്നത്. ദൈവമേ കൈവിടരുത്, ഞങ്ങളെ കൈ പിടിച്ചിട്ടുണ്ട്. അമ്മയുടെ ഉദരത്തിൽ വെച്ച് പിടിച്ചു, പുറത്തേക്ക് വന്നപ്പോഴും ഇപ്പോഴും കൈ പിടിച്ച് ഞങ്ങൾക്ക് എന്താണോ വേണ്ടത് അതൊക്കെ നീ ഞങ്ങൾക്ക് യാതൊരു തടസ്സവും കൂടാതെ നൽകിക്കൊണ്ടിരിക്കുകയാണല്ലോ. ആ അറിവിൽ നിന്നുകൊണ്ട് ഞാൻ അങ്ങയെ സ്മരിക്കുന്നു. ദൈവമേ കാത്തുകൊൾകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ. ഇവിടെ ഞങ്ങളെ എന്നാണ് പറയുന്നത്. ഞങ്ങളെ എന്ന് പറയുമ്പോൾ ഞാനും അല്ലെങ്കിൽ എൻ്റെ കുടുംബവും മാത്രമല്ല,
ഞങ്ങളെന്ന് പറഞ്ഞാൽ അതിൻ്റെ പരിപൂർണ അർത്ഥം എന്ന് പറയുന്നത് ഞാനും എന്നോടൊപ്പമുള്ളവരും, അതാണ് ഞങ്ങൾ. അപ്പോൾ ആ ഞങ്ങൾക്കിവിടെ ഒരുപാട് കാര്യങ്ങൾ അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഞാനും എന്നോടൊപ്പമുള്ളവരെന്ന് പറയുമ്പോൾ ഈ ഭൂമിപ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് ഇതൊരു സൈക്ലിംഗ് സിസ്റ്റമാണ്. നമ്മളില്ലെങ്കിൽ സസ്യജാലങ്ങളില്ല, സസ്യജാലങ്ങളില്ലെങ്കിൽ നമ്മളില്ല. പരസ്പരം നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ട് ഭൂമിയിൽ ഒരു ചങ്ങല പോലെ ഇവിടെ ജീവിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഒന്നാണെന്നുള്ള വലിയ അറിവ് ഇവിടെ ഗുരു തരികയാണ്. ആണ് ഗുരുവിൻ്റെ ദർശനം, അദ്വൈത ദർശനം, രണ്ടില്ലാത്ത ദർശനം, എല്ലാം ഒന്ന് തന്നെ. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ദൈവത്തിനോട് പറയുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഈ കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു, വേദം പറയുന്നു, ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ലോകത്തിന് മുഴുവനും നന്മ വരണമേ. അത് വളരെ വ്യക്തമാക്കി തരികയാണ് ഇവിടെ. കൈവിടാതിങ്ങു ഞങ്ങളെ, അങ്ങ് ഞങ്ങളെ കൈവിടരുത്. എന്നെ മാത്രമല്ല, ഇത് പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ അറിയണം, നാം സങ്കുചിതമായ ആ ഭാവത്തോടു കൂടി പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടില്ല. ഇവിടെ സമഷ്ടിഗതമായ ഭാവത്തിൽ ഗുരുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, അല്ലെങ്കിൽ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങളെ കൈവിടരുത്, എന്നെയും എന്നോടൊപ്പം ഈ ഭൂമിയിലുള്ള സർവരെയും, അണു മുതൽ ആന വരെ എല്ലാ ജീവികളെയും, സസ്യജാലങ്ങളെയും, ജന്തുവർഗങ്ങളെയും എല്ലാവരെയും കൈവിടാതെ അങ്ങ് കാത്തുകൊള്ളണമേ. കൈവിടാതെ കാത്തുകൊള്ളണം എന്ന് പറയുമ്പോൾ നമ്മുടെ ദുഃഖങ്ങൾ, നമ്മുടെ ദുരിതങ്ങൾ, നമ്മുടെ ജീവിത പ്രയാസങ്ങൾ എല്ലാറ്റിലും ദൈവത്തിൻ്റെ തുണയുണ്ടായിരിക്കണം, തുണയുണ്ടാകും എന്ന പരിപൂർണ വിശ്വാസത്താലാണ് ഭക്തനിവിടെ പ്രാർത്ഥിക്കുന്നത്. ദൈവമേ കൈവിടാതിങ്ങു ഞങ്ങളെ കാത്തുകൊള്ളുക, കൈവിടാതെ ഞങ്ങളെ കാത്തുകൊള്ളണം. എന്നിട്ട് എന്താണ് പറയുന്നത്? നാവികൻ നീ ഭവാബ്ദിക്കൊരാവിവൻ തോണി നിൻ പദം. ഗുരുവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, എപ്പോഴെല്ലാം ഈ ഭൂമിയെക്കുറിച്ച്, ഈ ലോകത്തെക്കുറിച്ച് പറയുന്നുണ്ടോ അപ്പോഴൊക്കെ ഈ ലോകത്തെ ഒരു കടലിനോടാണ് ഗുരു സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇവിടെയും അതുപോലെ തന്നെ നാവികൻ നീ, ഈ സംസാരസാഗരം, ജനന മരണ സംസാരസാഗരത്തിൽ നീ ഞങ്ങൾക്ക് നാവികനായി ഭവിക്കുമ്പോൾ നിൻ്റെ തൃച്ചേവടികൾ ഞങ്ങൾക്കൊരു വലിയ ആവിവൻ തോണിയായി ഭവിക്കുകയാണ്. നിൻ്റെ തൃച്ചേവടികളാകുന്ന ആവിവൻ തോണിയിൽ ഞങ്ങൾ സുരക്ഷിതരാണ്. ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ കടലിൻ്റെ മറുകര എത്തണം, അതായത് സായുജ്യം അല്ലെങ്കിൽ മോക്ഷം. ഈ ജീവിതത്തിൽ നമുക്ക് അവസാനം നമ്മുടെ മോക്ഷത്തിലേക്ക് എത്തുന്നതുവരെ നിൻ്റെ അനുഗ്രഹം, നിൻ്റെ കൈപിടുത്തം ഞങ്ങളോടൊപ്പം ഉണ്ടാവണമേ. ഇവിടെ ഒരു സമുദ്രത്തോട് ഈ ലോകത്തെ ഉപമിപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സമുദ്രത്തിൻ്റെ അക്കരെ കടക്കണം നമുക്ക്. ഇവിടെ വലിയ ഒരു തോണിയായി ഗുരുവിൻ്റെ പാദങ്ങൾ, ഗുരുവിൻ്റെ തൃച്ചേവടികളുണ്ട്. ഈ വലിയ തോണിയെ നയിക്കുന്നവൻ ഗുരുവാണ്. ഗുരുവിൻ്റെ തൃച്ചേവടികൾ കപ്പലായും ഗുരു തന്നെ നാവികനായും നമ്മളോടൊപ്പം ഇവിടെ ഉള്ളപ്പോൾ നമ്മൾ എന്തിനാണ് ഭയപ്പെടേണ്ടത്? വലിയ സാഗരമെന്ന് പറയുമ്പോൾ അതിൽ കൂറ്റൻ തിരമാലകളുണ്ട്, അതിൽ സുനാമി തിരകളുണ്ട്, വലിയ ഉപദ്രവകാരികളായ മത്സ്യങ്ങളുണ്ട്, വലിയ കാറ്റുണ്ട്. എങ്ങനെ ഏത് വിധത്തിൽ വേണമെങ്കിലും നമ്മൾ ഇടയ്ക്ക് വെച്ചില്ലാതെയായി പോകാം. നമ്മുടെ ഈ കപ്പൽ മുങ്ങി താണ് നമ്മുടെ ജീവൻ ഇല്ലാതെയായി പോകാം. പക്ഷേ അതിനൊന്നും ഇടവരില്ല. കാരണം അത്ര ശക്തമായ കരങ്ങളാണ്. അല്ലെങ്കിൽ നാവികനെന്ന് പറയുമ്പോൾ നമ്മളെ സുരക്ഷിതമായി ഈ കപ്പൽ ആടിയുലയാതെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം ശക്തിയുള്ള കരങ്ങളിൽ നമ്മൾ സുരക്ഷിതരാണ്. അപ്പോൾ ഈ സമുദ്രത്തോട് ഈ ലോകത്തെ ഉപമിക്കുമ്പോൾ നമ്മുടെ ഈ ലോകജീവിതത്തിൻ്റെ അവസാനം, നമ്മുടെ മോക്ഷപദം, നമ്മുടെ സായുജ്യം മോക്ഷം അവസാനം പറയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ മോക്ഷപദത്തിലേക്ക് നമ്മൾ എത്തുന്ന ആ കാലഘട്ടമെന്ന് പറയുന്നത്, ദീർഘമായ ആ കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് തരണം ചെയ്യേണ്ടി വരും. ഇവിടെ ശത്രുക്കളുണ്ട്, അതേപോലെ ബന്ധുക്കളുണ്ട്, മക്കളില്ലാത്തത് ദുഃഖം, മക്കളുള്ളത് ദുഃഖം, ശരിയല്ലേ? മക്കളില്ലാത്തതും മക്കളുള്ളതും, അതേപോലെ തന്നെ ജീവിതത്തിൽ ഒട്ടനവധി രോഗങ്ങൾ, പിന്നെ അങ്ങനെ പല രീതിയിൽ നമ്മൾ ഈ ജീവിതത്തിൽ ദുഃഖങ്ങൾ അനുദിനം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാ ദുഃഖങ്ങളിൽ നിന്നും നമുക്ക് മോചനം തരുവാൻ, എല്ലാ ദുഃഖങ്ങളെയും നമ്മളിൽ നിന്ന് ഇല്ലാതെയാക്കുവാൻ ഒരേ ഒരു ശക്തി മാത്രമേ നമ്മളോടൊപ്പമുള്ളൂ. നമ്മുടെ ഈ ജീവിതയാത്രയിൽ തുടക്കം മുതൽ അവസാനം വരെ മക്കൾ അല്ലെങ്കിൽ അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, ഇവരൊക്കെ നമുക്ക് തുണയായിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ അന്ധമായ വിശ്വാസം മാത്രമാണ്.
അവരൊന്നും ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത് കണ്ടില്ല എന്ന് വരും. പക്ഷേ ഇവിടെ ദൈവം മാത്രമേ നമ്മുടെ ജീവിത അവസാനം വരെ, അല്ലെങ്കിൽ നമ്മുടെ ഈ ശരീരത്തിൽ നിന്ന് പ്രാണൻ നഷ്ടപ്പെടുന്ന സമയം വരെ നമുക്ക് വേണ്ടതെല്ലാം, വിശക്കുമ്പോൾ ഭക്ഷണമായി, വിശക്കുമ്പോൾ അന്നമായി ദൈവം നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. ദാഹിക്കുമ്പോൾ ജലമായി ദൈവം നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. നമുക്ക് ആരുമില്ലാതെ വരുമ്പോൾ നമുക്ക് തുണയായി ദൈവം നമ്മളെ ഇരുകരങ്ങൾ കൊണ്ടും തഴുകി തലോടി മാറോടണയ്ക്കുന്നു. ആ ഒരു വിശ്വാസമാണ് ഒരു ഭക്തനിലേക്ക് വരേണ്ടത്. അപ്പോൾ നമ്മുടെ എല്ലാ സങ്കടങ്ങളും തീർത്തുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ ഭവസാഗരത്തിൽ, അബ്ദി എന്ന് പറയുന്ന സാഗരം, ഈ ഭവസാഗരത്തിൽ ജനന മരണരൂപമായ ഈ സംസാര സാഗരത്തിൻ്റെ അക്കരെ കടക്കുവാൻ വലിയൊരു തോണിക്കപ്പലായി, വലിയൊരു തോണിയായി, ആവിവൻ തോണിയായി ഗുരുവിൻ്റെ തൃച്ചേവടികൾ നമുക്ക് അഭയം നൽകുന്നു. അതോടൊപ്പം തന്നെ ഈ വലിയ തോണിയുടെ തോണിക്കാരനായി മഹാഗുരു നമ്മളോടൊപ്പമുണ്ട് എന്ന വിശ്വാസത്തിൽ ജീവിക്കുമ്പോൾ ഈ സംസാര സാഗരമാകുന്ന ഈ ലോകജീവിതത്തിൻ്റെ അവസാനം, നമ്മുടെ മോക്ഷം, നമ്മുടെ സായുജ്യ പദത്തിലെത്തുന്നതുവരെ ദൈവം, ഞാൻ ഒറ്റവാക്കിൽ പറയുന്നു, അല്ലെങ്കിൽ ഗുരു, ദൈവമെന്ന് പറഞ്ഞാലും ഈശ്വരൻ എന്ന് പറഞ്ഞാലും ബ്രഹ്മമെന്ന് പറഞ്ഞാലും ഗുരുവല്ലോ പരദൈവം, അത് ഇടയ്ക്കിനി കൂടുതലായിട്ട് വിശദീകരിച്ചോളാം. ഗുരുവല്ലോ പരദൈവം, ഗുരുവിനപ്പുറം ഒരു ദൈവമില്ല എന്ന സത്യം കൂടി മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ നയിക്കുന്ന, നമ്മളെ മാറോട് ചേർത്തിരിക്കുന്ന, നമ്മുടെ കരങ്ങളിൽ മുറുകെ പിടിച്ചിരിക്കുന്ന മഹാഗുരുവിൻ്റെ അനുഗ്രഹത്താൽ എനിക്കും എന്നോടൊപ്പമുള്ളവർക്കും എല്ലാ ജീവിത നന്മകളും തരയണമേ, സായുജ്യം നൽകണമേ, ജീവിതാവസാനം വരെ ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ എന്ന പ്രാർത്ഥനയാണ്, എന്ന ഒരു നന്ദിയാണ്. പ്രാർത്ഥനയെന്ന് പറയുന്നത് നന്ദി പറച്ചിലാണ്, ഗുരുവിനോടുള്ള നന്ദിയാണ്. ദൈവദശകം എന്ന കൃതിയിലെ ആദ്യത്തെ ശ്ലോകത്തിലൂടെ ഗുരു ഓരോ ശ്രീനാരായണീയനും അല്ലെങ്കിൽ ഓരോ ഭക്തനും വ്യക്തമാക്കി തരുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ കൃതി കഴിവതും എല്ലാ ദിവസവും നിങ്ങൾ തെറ്റുകൂടാതെ ചൊല്ലുവാൻ ആഗ്രഹിക്കുക. ആദ്യത്തെ ശ്ലോകത്തിൻ്റെ വിശദീകരണം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ.